ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് ഒരു ന്യൂസുമായിട്ട് വന്നിട്ടുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻ ഗ്രൂപ്പായ മഞ്ഞപ്പട അതിശക്തമായിട്ടുള്ള രൂക്ഷ വിമർശനവുമായി കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. അത് ചോദിക്കുന്നു, ഞങ്ങളോട് കപ്പിൽ ഒബ്സ്ട്രക്ഷൻ ആവരുത് എന്നാണ് മാനേജ്മെൻറ്റ് പറയുന്നത്. പിന്നീട് ഞങ്ങൾ എന്തിലാണ് ഒബ്സ്ട്രക്ഷൻ ആവേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. കപ്പിൽ ഒബ്സ്ട്രക്ഷൻ ആവരുത്, ഞങ്ങളുടെ ടൈമും ഞങ്ങളുടെ മടിയും കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ കളി കാണുന്നത്. പിന്നെ ഞങ്ങൾ എന്തിലാണ് ഒബ്സ്ട്രക്ഷൻ ആവേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. അത് വളരെയധികം രൂക്ഷ വിമർശനങ്ങളുമായിട്ടാണ് രംഗത്ത് വന്നിട്ടുള്ളത്. ഈ ഒരു തോൽവിയിൽ മാനേജ്മെൻറ്റ് ഒരിക്കലും കോച്ചിനെ ബലിയാടാക്കാൻ നോക്കണ്ട എന്നാണ് അവർ ഇന്നലെ കോച്ചിനെ സെലക്ട് ചെയ്തപ്പോൾ അത് പോസ്റ്റിലുണ്ടായിരുന്നു. ഇന്നും ആ സ്റ്റേറ്റ്മെൻറ്റിലും പറയുന്നു, കോച്ചിനെ ഈ ഒരു തോൽവി ബലിയാടാക്കേണ്ടതില്ല എന്നാണ് അവർ പറയുന്നത്. പിന്നീട് നമുക്ക് വേറൊരു കണക്ക് നോക്കാം. ഈ ഒരു സീസണിലെ ഏറ്റവും കൂടുതൽ സെക്കൻഡ് ഹാഫിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചിട്ടുള്ള ഒരു ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. 15 ഗോളുകളാണ് ഈ ഒരു സീസണിൽ സെക്കൻഡ് ഹാഫിൽ ബ്ലാസ്റ്റേഴ്സ് അടിച്ചിട്ടുള്ളത്. ഒന്നാം സ്ഥാനത്താണ് ആ ഒരു സ്റ്റാറ്റ്സിൽ ബ്ലാസ്റ്റേഴ്സ് വരുന്നത്. ഇതിൽ തന്നെ അറിയാം ബ്ലാസ്റ്റേഴ്സ് എത്രത്തോളം ഫോർവേഡ് നിരയിൽ എത്രത്തോളം ബ്ലാസ്റ്റേഴ്സ് സ്ട്രോങ് ആണ് എന്നുള്ളത്. പിന്നീട് ഫോർവേഡ് ഈ സീസണിലെ ഗോൾഡ് ബൂട്ട് റേസിൽ ബ്ലാസ്റ്റേഴ്സ് നെച്ചാരിക്ക് താരെ ജീസസ് ജിമിനസ് 2ാം സ്ഥാനത്താണ് വരുന്നത്. അസിസ്റ്റിലും ബ്ലാസ്റ്റേഴ്സിലെ താരമാണ് 2ാം സ്ഥാനത്തുള്ളത്. നഹസുദയാണ് അസിസ്റ്റിൽ 2ാം സ്ഥാനത്ത് വരുന്നത്. ഈ സ്റ്റാറ്റ്സിലൊക്കെ ബ്ലാസ്റ്റേഴ്സ് മുന്നിലാണ് ഈ സീസൺ. ഒരു എക്സ്പീരിയൻസ്ഡ് ഗോൾ കീപ്പറില്ല, ഒരു ഡിഫെൻസീവ് മിഡ്ഫീൽഡറില്ല, ഒരു സ്പീഡി സെൻട്രൽ ബാക്കോ വിങ് ബാക്കോ ഇല്ലാത്ത ടീമിലാണ്. ഇത്രയും ഗോൾ അടിക്കാൻ ഇത്രയും അടിപൊളി പ്ലേയേഴ്സ് ഉള്ളപ്പോഴാണ് നമ്മുടെ ഡിഫൻസിലാണ് ഈ സീസണിൽ പ്രശ്നങ്ങൾ വരുന്നത്. ഇതിനൊക്കെ മാനേജ്മെൻറ്റ് ഈ സീസണിൽ ജനുവരിയിൽ മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമാണ് നമ്മുടെ ടീമിൻ്റെ മുന്നോട്ടുള്ള പോക്ക് സുഗമമാവുള്ളൂ. ആരാധകരുടെ ഭാഗത്തുനിന്ന് ശക്തമായ പ്രതിഷേധങ്ങളാണ് ഓരോ ദിവസം ദിനത്തോറും ക്ലബിനെതിരെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് മാനേജ്മെൻറ്റ് മനസ്സിലായിക്കൊണ്ട് ജനുവരിയിൽ മാറ്റങ്ങൾ വരുത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഒരു എക്സ്പീരിയൻസ്ഡ് ഗോൾ കീപ്പറിൻ്റെ ടീമിൽ അത്യാവശ്യമായിട്ട് വേണ്ടതാണ്. അതേപോലെ ഡിഫൻസീവ് മിഡ്ഫീൽഡറും സ്പീഡി സെൻറ്റർ ബാക്കും ടീമിലില്ല. ഇവരൊക്കെ ജനുവരിയിൽ കൊടുത്തെങ്കിൽ മാത്രമാണ് ഇനിയൊരു ടീമിൽ തിരിച്ചുവരവുണ്ടാവുള്ളൂ.